നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബഡ്ജറ്റ് ഇന്നായിരുന്നു, ഫെബ്രുവരി 1, 2026. 2026-27 വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടെ ചില ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുകയും ചില ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയും ചെയ്യും. 17 മരുന്നുകൾക്ക് വില കുറയുന്നതോടുകൂടി പ്രമേഹ ക്യാൻസർ രോഗികൾക്ക് ഗുണകരമാം വിധം എന്തൊക്കെ വില കുറയുന്നു നോക്കാം. ക്യാൻസർ മരുന്നുകൾ, പ്രമേഹ മരുന്നുകൾ, വിദേശ ടൂറിസം പാക്കേജുകൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടാബ്ലറ്റുകൾ, EV ബാറ്ററികൾ, സോളാർ പാനലുകൾ, മൈക്രോവേവ് ഓവനുകൾ, സീ ഫുഡ് എന്നിവ വില കുറയും. അതേസമയം വില കൂടുന്ന വസ്തുക്കൾ നോക്കാം. ട്രേഡിംഗ്, പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, ഡിജിറ്റൽ ക്യാമറ, വീഡിയോ ഗെയിം, സോഫ്റ്റ്വെയർ, മുതിർന്നവരുടെ ഡയപ്പറുകൾ, ആഡംബര വാച്ചുകൾ എന്നിവ വില കൂടുന്നവയിൽപ്പെടുന്നു. അതിൽ കിടപ്പ് രോഗികൾക്ക് വളരെ ഒരു ആശ്വാസപ്രദമായ വാക്കല്ല ഇത്. ഡയപ്പറിൻ്റെയൊക്കെ വില കൂടുകയെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയാവും. മോദി സർക്കാരിൻ്റെ മൂന്നാം ബഡ്ജറ്റാണിത്. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് വളരെ നിരാശ. കേരളത്തിലൊന്നും കിട്ടിയില്ല, ആകെ കിട്ടിയത് ഇടനാഴി.